ഓക്കെ, നെക്സ്റ്റ് ആണ് ഫെൻറിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഐസോത്തോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെയും അത് തന്നെയാണ്. എന്താണ് വേരിയേഷൻ ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ വിത്ത് പ്രഷർ അറ്റ് എ ഗീവൺ ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോത്തോം എന്ന് പറയുന്നത്. ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം എന്ന് പറയുന്നത്. ഓക്കെ, ആ എംപെരിക്കൽ ഇക്വേഷൻ ആണ് എ ഇസ് ഈക്വൽ ടു കെ പി റേസ് ടു എൻ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് ഗ്യാസ് ആണോ അഡ്സോർബ് ആയിരിക്കുന്നത് പെർ യൂണിറ്റ് മാസ് ഓഫ് അഡ്സോർബൻറ്റ്. പി പ്രഷർ ആണ്. കെ ആൻഡ് എൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് നേച്ചർ ഓഫ് അഡ്സോർബൻറ്റ്. ഓക്കെ, and the value of n is less than 1. As a result, A does not increase rapidly as P. Okay, so അതാണ് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം എന്ന് പറയുന്നത്. ആൻഡ് അത് ആ ഗ്രാഫാണ് ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. വിവിധ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം എന്ന് പറയാൻ കാരണം എന്താണ്, ആ എംപെരിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് വേരിയേഷൻ ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ വിത്ത് പ്രഷർ അറ്റ് എ ഗീവൺ ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോത്തോം എന്ന് പറയുന്നത്. ആ എക്സ്പ്രഷൻ ആണ് എ ഇസ് ഈക്വൽ ടു കെ പി റേസ് ടു എൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. പക്ഷെ അടുത്തത് ലാക്മർ അഡ്സോർപ്ഷൻ ഐസോത്തോം. ലാക്മർ എന്ന് പറയുന്ന ആള് സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ അഡ്സോർപ്ഷൻ ഐസോത്തോമിൽ കുറച്ച് തിയറട്ടിക്കൽ കൺസെപ്റ്റുകൾ കൊണ്ടുവരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അനുസരിച്ച് കുറച്ച് കൺസിഡറേഷൻസ് കൊണ്ടുവരുന്നു. അത് വെച്ചിട്ടാണ് അതിലൊരു എംപെരിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതാണ് ലാക്മർ അഡ്സോർപ്ഷൻ ഐസോത്തോം എന്ന് പറയുന്നത്. സോ ആ പോസ്റ്റുലേറ്റ്സ് ആണ്. ഫസ്റ്റത്തെ പോസ്റ്റുലേറ്റ് ആണ് അഡ്സോർബ്ഡ് ഗ്യാസിൻ്റെ ലെയർ യൂണിമോളിക്കുലർ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ ലെയർ ഗ്യാസേ അഡ്സോർബ് ആകത്തുള്ളൂ. ഇത് അസംഷൻ ആണ്, ഇതൊരു തിയറട്ടിക്കൽ കൺസിഡറേഷൻ ആണ്. ഓക്കെ, ഇനി സർഫസ് ഓഫ് ദ സോളിഡ് ഹോമോജിനസ് ആയിരിക്കും. കാരണം എന്താണ്, അപ്പം ഗ്യാസസിന് എന്തായിരിക്കും, സെയിം അഫിനിറ്റി ആയിരിക്കും. ഏത് ബൈൻഡിങ് സൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സെയിം അഫിനിറ്റി ആയിരിക്കും. കോമ്പറ്റീഷനുകൾ ഒഴിവാക്കാം. സോളിഡിൻ്റെ സർഫസ് ഹോമോജിനസ് ആയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് ആയിട്ട് അഡ്സോർബ്ഡ് ആയിട്ട് നിൽക്കുന്ന മോളിക്യൂൾസ് തമ്മിൽ ഒരു രീതിയിലുള്ള ഇൻറ്ററാക്ഷൻസും ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ അഡ്സോർബ് ആയി കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, നെയ്ബറിങ് സൈറ്റുമായിട്ട് ഒക്കുപ്പൈ ചെയ്യണോ വേണ്ട എന്ന് പറയുന്ന ഈ അഡ്സോർബ് ആയ ആളെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും മോളിക്കുലാർ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുവാണ്, ലാഗ്മർ അതിനൊരു ഇക്വേഷൻ കൊണ്ടുവരികയാണ്. ഡൈനാമിക് ഇക്വിലിബ്രിയം എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആവുന്നത്, രണ്ട് ഒപ്പോസിങ് പ്രോസസ്സ് ആയിട്ടുള്ള അഡ്സോർപ്ഷനും ഡീസോർപ്ഷനും ഈക്വൽ ആയിട്ട് നടക്കുമ്പോഴാണ് നമുക്കൊരു ഇക്വിലിബ്രിയം കിട്ടുന്നത്. നമ്മൾ അത് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തീറ്റയാണ് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ സർഫസ് സൈറ്റ്. അഡ്സോർബ്ഡ് മോളിക്യൂൾസിനുള്ള ടോട്ടൽ സർഫസ് സൈറ്റ് തീറ്റയാണെങ്കിൽ വേക്കൻ്റ് സൈറ്റ് ഏതൊക്കെയായിരിക്കും, 1 മൈനസ് തീറ്റ ആയിരിക്കും എന്നെടുക്കുന്നു. ഓക്കെ, റേറ്റ് ഓഫ് ഡീസോർപ്ഷൻ ആണ് ആർ ഡി എന്ന് പറയുന്നത്. അത് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് അഡ്സോർബ്ഡ് മോളിക്യൂൾ ആയിരിക്കും. എത്ര റേറ്റ് ഉണ്ട്, അഡ്സോർബ്ഡ് മോളിക്യൂൾസ് എത്രത്തോളം അഡ്സോർബ് ആയിട്ടുണ്ടോ അതിൻ്റെ നമ്പറിനോട് ഈക്വൽ ആയിരിക്കും റേറ്റ് ഓഫ് ഡീസോർപ്ഷൻ. സോ ആർ ഡി ഈസ് ഈക്വൽ ടു എൻ തീറ്റ. തീറ്റയാണല്ലോ നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ സർഫസ്. എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സൈറ്റ്സ് അല്ലെങ്കിൽ മോളിക്യൂൾസ്. ഓക്കെ, ആർ ഡി ഈക്വൽ കെ ഡി ഇൻറ്റു എൻ തീറ്റ. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുത്തു. കെ ഡി എന്ന് പറയുന്നത് ഡീസോർപ്ഷൻ പ്രോസസ്സിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇത് കൂട്ട് തന്നെ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേക്കൻ്റ് സൈറ്റ്സിനോടായിരിക്കും പ്രൊപ്പോർഷണൽ, എൻ ഇൻറ്റു 1 മൈനസ് തീറ്റ ആൻഡ് പ്രഷർ പി. സോ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ആർ എ പ്രൊപ്പോർഷണൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു 1 മൈനസ് തീറ്റ. ആർ എ ഈക്വൽ ടു കെ എ ഇൻറ്റു പി എൻ 1 മൈനസ് തീറ്റ. കെ എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് അഡ്സോർപ്ഷൻ പ്രോസസ് ആണ്.
നമ്മൾ ഇക്വിലിബ്രിയം നോക്കിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പറഞ്ഞു എന്ത് നടക്കുന്നു, റേറ്റ് ഓഫ് അഡ്സോർപ്ഷനും റേറ്റ് ഓഫ് ഡീസോർപ്ഷനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈ രണ്ട് എഴുതിയ ഇക്വേഷൻസിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കെ എ ഇൻറ്റു പി എൻ മൈനസ് പി എൻ ഇൻറ്റു 1 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കെ ഡി ഇൻറ്റു എൻ തീറ്റ. ഓക്കെ, അപ്പുറോ ഇപ്പുറോ എന്നുള്ളത് ക്യാൻസലായി പോകുന്നു. അങ്ങനെയാണ് കെ എ ഇൻറ്റു പി ഇൻറ്റു 1 മൈനസ് തീറ്റ ഈക്വൽ ടു കെ ഡി ഇൻറ്റു തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഈ കെ എ പി എന്ന് പറയുന്നത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇതിനകത്തോട്ട്. സോ കെ എ പി മൈനസ് കെ എ പി തീറ്റ, അങ്ങനെയാണ് ഇങ്ങനൊരു ഇക്വേഷൻ വരുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു കെ ഡി തീറ്റ. ഓക്കെ, അങ്ങനെയാണ്. ഇനി തീറ്റയുടെ ടേമുകളെല്ലാം ഒരിടത്തോട്ട് എടുക്കുന്നു. കെ എ ഇൻറ്റു പി ഈക്വൽ ടു എന്താണ്, കെ ഡി ഇൻറ്റു തീറ്റ പ്ലസ് കെ പി തീറ്റ, കെ എ പി തീറ്റ എന്ന് പറയുന്ന ഫോമിലേക്ക് ആകുന്നു. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ അവിടുന്ന് തീറ്റ എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് എടുക്കുന്നു. സോ കെ ഡി പ്ലസ് കെ എ വരുന്നു. തീറ്റ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല അപ്പം എന്ത് വരുന്നു, കെ എ പി ബൈ കെ ഡി പ്ലസ് കെ എ പി എന്ന രീതിയിൽ വരുന്നു. ഓക്കെ, ആൻഡ് ഫൈനൽ തീറ്റയുടെ ഇക്വേഷൻ കെ പി ബൈ 1 പ്ലസ് കെ പി എന്ന് വരുന്നു. ഓക്കെ, ഫൈനൽ ഇക്വേഷൻ എഴുതിയാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. തീറ്റ ഈക്വൽ ടു കെ പി ബൈ 1 പ്ലസ് കെ പി. ഓക്കെ, കെ എന്ന് പറയുന്നത് കെ എ ബൈ കെ ഡി എന്നാണ് വരുന്നത്. അതിനെ നമ്മൾ അഡ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്, അഡ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കൊണ്ടുവരണം. സോ എക്സ് ബൈ എം പ്രപ്പോർഷണൽ ടു തീറ്റ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നു. തീറ്റയ്ക്ക് നമ്മൾ ആദ്യം എഴുതി ഫോർമുല കെ പി ബൈ മേളിൽ എഴുതി 1 പ്ലസ് കെ പി ആണ്. ഓക്കെ, സോ എക്സ് ബൈ എം പ്രപ്പോർഷണൽ ടു കെ പി ബൈ 1 പ്ലസ് കെ പി. ഓക്കെ, ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ കെ ഡാഷ് എന്നുള്ള കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, കെ ഡാഷ്. ഓക്കെ, ഇനി എം ബൈ എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു, ഇതിൻ്റെ നേരെ തിരിച്ച്. അപ്പോൾ എന്താണ്, ഡിനോമിനേറ്ററിലുള്ള ന്യൂമറേറ്റർ ഇപ്പോൾ. സോ 1 പ്ലസ് കെ പി ബൈ കെ ഡാഷ് കെ പി എന്ന് വരുന്നു. ആൻഡ് ദെൻ നമ്മൾ ഈ ഇത് ഡിനോമിനേറ്റർ ഓരോരുത്തരും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ 1 ബൈ കെ ഡാഷ് കെ പി പ്ലസ് കെ പി ബൈ കെ ഡാഷ് കെ പി. അങ്ങനെ ഈ കെ പിയും ക്യാൻസൽ ആയി പോയിട്ടാണ് 1 ബൈ കെ ഡാഷ് എന്നിവിടെ വന്നത്. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ മുകളിലുള്ള ഇക്വേഷനെ എന്ത് ചെയ്യുന്നു, പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ പി ഇൻറ്റു എം ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ കെ ഡാഷ്. ഓക്കെ, ഇവിടെ പി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പി മുകളിൽ ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ ഈ പിയും ക്യാൻസൽ ആയിപ്പോൾ 1 ബൈ കെ ഡാഷ് കെ പ്ലസ് പി ബൈ കെ ഡാഷ് എന്ന രീതിയിലാണ് വരുന്നത്, പി ബൈ കെ ഡാഷ്. ഓക്കെ, അങ്ങനെയാണ് ഇത് വരുന്നത്. ആൻഡ് ഫൈനൽ ഇക്വേഷൻ പി ബൈ എക്സ് ബൈ എം 1 ബൈ കെ ഡാഷ് പ്ലസ് പി ബൈ കെ ഡബിൾ ഡാഷ്. കെ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ കെ ഡാഷ് ബൈ കെ. ഓക്കെ, ഇതെല്ലാം ഒരു കൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷനുകളെ എല്ലാം നമുക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനുകളെ എല്ലാം നമുക്ക് ലാക്മർ അഡ്സോർപ്ഷൻ ഐസോതേർം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫൈനൽ ഇക്വേഷൻ എടുക്കുകയാണ്. ഈ ഇക്വേഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇനി ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കിയാൽ അറ്റ് വെരി ലോ പ്രഷറിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ടേം പി ബൈ കെ ഡബിൾ ഡാഷിനെ നമുക്ക് അറ്റ് വെരി ലോ പ്രഷറിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇഗ്നോർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, പ്രഷർ ഈസ് വെരി ലോ. ഓക്കെ, പ്രഷർ ലോ ആയതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യാൻ പറ്റും. സോ പി ബൈ എക്സ് ബൈ എം എന്ന് പറയുന്നത് എന്ത് വരും, 1 ബൈ കെ ഡാഷ് എന്ന് വരും. എക്സ് ബൈ എം എന്ന് അപ്പോൾ എക്സ് ബൈ എം എന്ന് പറയുന്നതിന് എന്ത് വരും, കെ ഡാഷ് പി എന്ന് വരും. ഓക്കെ, ഈ കെ ഡാഷ് വീണ്ടും പ്രപ്പോർഷണാലിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് ബൈ എം പ്രപ്പോർഷണൽ ടു പ്രഷർ എന്നാണ് അറ്റ് വെരി ലോ പ്രഷറിലുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ അറ്റ് വെരി ലോ പ്രഷർ കൺസെപ്റ്റ്. അപ്പം എന്താണ് കൺക്ലൂഷൻ എന്ന് പറയാൻ, അറ്റ് വെരി ലോ പ്രഷർ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് എക്സ് ബൈ എം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. ഇനി അറ്റ് വെരി ഹൈ പ്രഷറിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 ബൈ കെ ഡാഷ് എന്ന് പറയുന്ന ടേം എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഐസോതേർം നമുക്ക് എങ്ങനെ വരും,
പി ബൈ എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു പി ബൈ കെ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ എം ഈക്വൽ ടു കെ ഡബിൾ ഡാഷ് ഒരു കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ വെരി ഹൈ പ്രഷറിൽ എത്ര എമൗണ്ട് ഗ്യാസ് അബ്സോർബ് ആവുന്നോ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഹൈ പ്രഷറിലുള്ള ഇതെന്ന് പറയുന്നത്. അറ്റ് മോഡറേറ്റ് പ്രഷറിൽ എന്താണ് ലോ പ്രഷറിൽ നമ്മൾ പറഞ്ഞു അതൊരു കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ബൈ എം ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു പി പ്രഷർ എന്നാണ് ലോ പ്രഷറിൽ വന്നത്. ഹൈ പ്രഷറിൽ എക്സ് ബൈ എം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിനോട് ഈക്വൽ ആയിട്ടാണ് വന്നത്. മോഡറേറ്റ് പ്രഷറിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് കിട്ടുന്നത്. എക്സ് ബൈ എം ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു പി റേസ് ടു 1/n അല്ലെങ്കിൽ എക്സ് ബൈ എം ഇൻറ്റു കെ ഇസ് ഈക്വൽ ടു കെ പി റേസ് ടു 1/n. 1/n എന്ന് പറയുന്നത് 1 and 0യുടെ ഇടയ്ക്ക് കാണുന്ന വാല്യൂ ആയിരിക്കും 1/n എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ അറ്റ് ഹൈ പ്രഷർ, മോഡറേറ്റ് പ്രഷർ, ലോ പ്രഷർ. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാം അഡ്സോർബ്ഡ് ഗ്യാസ് ഐഡിയലി ബിഹേവ് ചെയ്യുമെന്നാണ് എടുത്തേക്കുന്നത്. പിന്നെ അഡ്സോർബ്ഡ് ഗ്യാസ് ഒരു മോണോമോളിക്കുലാർ ലെയറിൽ മാത്രമേ കൺഫൈൻ ചെയ്യത്തുള്ളൂ. പിന്നെ ബൈൻഡിങ് സൈറ്റിനെല്ലാം തന്നെ സെയിം അഫിനിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ അഡ്സോർബ്ഡ് ഗ്യാസ് മോളിക്യൂൾസ് ലോക്കലൈസ്ഡ് ആണ്, അവർ മൂവ് ചെയ്യില്ല, അവർ തമ്മിൽ ഇൻറ്ററാക്ഷൻ ഇല്ല എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ എടുത്തതുകൊണ്ട് ഈ അസംഷൻസുകളെല്ലാം എടുത്തതുകൊണ്ട് ഈ അസംഷനുകളെല്ലാം എല്ലാ കണ്ടീഷൻസിലും നിലനിൽക്കില്ല. ഓക്കെ, കാരണം എന്താണ്? ഒരു ഗ്യാസ് ഒരിക്കലും ഐഡിയലി മീൻസ് എന്താണ്? ഒരു ഗ്യാസ് ഒരിക്കലും എപ്പോഴും ഐഡിയലി ബിഹേവ് ചെയ്യില്ല. എപ്പോഴും ബൈൻഡിങ് സൈറ്റുകൾക്കെല്ലാം സെയിം അഫിനിറ്റി ഉണ്ടാവണമെന്നില്ല. എപ്പോഴും മോളിക്യൂൾസ് തമ്മിൽ ഇൻറ്ററാക്ഷൻ ഇല്ലാതിരിക്കണമെന്നില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ലാഗ്മർ എന്ന് പറയുന്നത്. ഇനി സർഫസ് ഏരിയ ഓഫ് അഡ്സോർബൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. Area of cross section of a molecule can be determined from density of the liquefied അല്ലെങ്കിൽ solidified adsorbate. M molar mass ആണ്, V molar volume ആണെങ്കിൽ വോളിയം ഓഫ് സിംഗിൾ മോളിക്യൂൾ ഓഫ് അഡ്സോർബേറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. D is equal to M by V which is equal to M by NV എന്ന രീതിയിൽ വിക്ക് നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റും? അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കൊടുക്കാനായിട്ട് പറ്റും. സോ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A is equal to pi r square which is equal to pi into 3m by 4 pi nd whole raised to 2/3. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സർഫസ് ഏരിയ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, നമുക്കിതാണ് ഫൈനൽ ഇക്വേഷൻ വരുന്നത്. ഇത് ഡിറൈവ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് BET തിയറി ഓഫ് മൾട്ടി ലെയർ അഡ്സോർപ്ഷൻ ആണ്. നമ്മൾ ലാഗ്മർ അഡ്സോർപ്ഷനിൽ കണ്ടത് അവിടെ മോണോമോളിക്കുലാർ ലെയറെ അഡ്സോർബ് ആകത്തുള്ളൂ, മോളിക്യൂൾസ് തമ്മിലൊരു ഇൻറ്ററാക്ഷൻ വരില്ല. അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ളൊരു തിയറിയാണ് ഇതെന്ന് പറയുന്നത്. മൾട്ടി ലെയർ അഡ്സോർപ്ഷൻ പോസിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ലെയേഴ്സ് സർഫസിലേക്ക് അഡ്സോർബ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അത് പറയുന്ന തിയറിയാണ് BET തിയറി ഓഫ് മൾട്ടി ലെയർ അഡ്സോർപ്ഷൻ.